12ാം ശമ്പള കമ്മീഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും. കണക്കുകൾ പ്രകാരം ആകെ 286 മാസത്തെ കുടിശ്ശികയാണ് വിതരണം ചെയ്യാനുള്ളത്. ബജറ്റ് പ്രഖ്യാപനം അനുസരിച്ച് കുടിശ്ശിക കൊടുത്തു തീർക്കണമെങ്കിൽ കുറഞ്ഞത് 10 വർഷമെങ്കിലും വേണ്ടിവരും. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഇന്ന് 12ാം ശമ്പള കമ്മീഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അതിനിടെയാണ് 3% ക്ഷാമബത്ത അനുവദിച്ച് ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കിയത്. ഇതോടെ ക്ഷാമബത്ത 22% നിന്ന് 25% വർദ്ധിച്ചു. ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക മുഴുവൻ നൽകുമെന്ന പ്രഖ്യാപനം കഴിഞ്ഞ ബജറ്റിലുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് 3% DA അനുവദിച്ചത്. എന്നാൽ കണക്കുകളിൽ പിന്നെയും അവ്യക്തത തുടരുകയാണ്. ബജറ്റ് പ്രഖ്യാപനം അനുസരിച്ച് കുടിശ്ശിക കൊടുത്തു തീർക്കണമെങ്കിൽ കുറഞ്ഞത് 10 വർഷമെങ്കിലും വേണ്ടിവരുമെന്നാണ് നിഗമനം. ആകെ 286 മാസത്തെ കുടിശ്ശികയാണ് കണക്കുകൾ പ്രകാരം വിതരണം ചെയ്യാനുള്ളത്. വിവിധ കാലയളവുകളിലായി അനുവദിച്ചതും അനുവദിക്കാനിരിക്കുന്നതുമായ 9 ഗഡുക്കളുടെ കുടിശ്ശികയാണ് ജീവനക്കാർക്ക് ലഭിക്കാനുള്ളത്. 2021 ജനുവരി മുതലുള്ള വിവിധ ഗഡുക്കൾ ചേർത്താൽ ആകെ 286 മാസത്തെ കുടിശ്ശിക വരും. ഇതിൽ 2023 ജൂലൈ വരെയുള്ള 3% DA മാത്രമാണ് നിലവിൽ ഇതുവരെ അനുവദിച്ചിട്ടുള്ളത്. മറ്റു വർഷങ്ങളിലെ തുകയുടെ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. കുടിശ്ശിക വിതരണത്തിലെ തീരുമാനം വൈകുംതോറും ജീവനക്കാർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. 2023 ജൂലൈ മുതൽ 2026 ഫെബ്രുവരി വരെയുള്ള 31 മാസത്തെ കുടിശ്ശിക മാത്രം കണക്കാക്കിയാൽ തന്നെ ലക്ഷങ്ങളാണ് ജീവനക്കാർക്ക് കിട്ടാനുള്ളത്. 11ാം ശമ്പള പരിഷ്കരണം അനുസരിച്ച് ഏറ്റവും താഴ്ന്ന തസ്തികയിലുള്ള ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം 23,000 രൂപയും ഏറ്റവും ഉയർന്ന തസ്തികയിലുള്ള ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം 1,29,300 രൂപയുമാണ്. ഇതിൽ 31 മാസത്തെ കണക്കെടുത്താൽ ഏറ്റവും താഴ്ന്ന ശമ്പള സ്കെയിലുള്ള ജീവനക്കാർക്ക് 21,390 രൂപയാണ് കിട്ടാനുള്ളത്. S2 ജീവനക്കാർക്ക് 22,041 രൂപയും S3 ജീവനക്കാർക്ക് 22,692 രൂപയും S4 ജീവനക്കാർക്ക് 23,343 രൂപയുമാണ് ലഭിക്കേണ്ടത്. ഏറ്റവും ഉയർന്ന ശമ്പള സ്കെയിലിലുള്ള ജീവനക്കാർക്ക് 3% DA അനുസരിച്ച് 31 മാസത്തെ കണക്കിൽ നഷ്ടമായത് 1,20,249 രൂപയാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.